ആരിത് ഉച്ചയ്ക്ക്? രാവിലെ ആയതേ ഉള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി കാര്യങ്ങൾ? എന്താവാൻ, കറണ്ട് പോയോണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഓ അതല്ല, നോവലിന്റെ കാര്യമാ ചോദിച്ചത്. എന്താ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് ഇത്രയും വലിയൊരു ആരാധിക്കൂ. ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാന്ന് കരുതിയ. എന്റെ പപ്പയ്ക്ക് ഒരു പബ്ലിഷിംഗ് കമ്പനി ഉണ്ട്, ഒന്ന് റെക്കമെൻഡ് ചെയ്യാന്ന് കരുതി. അതുകൊണ്ട് സാറ് നോവൽ പെട്ടെന്ന് തീർക്കാൻ നോക്ക്. ഓക്കെ, ബൈ. ഹലോ, യാ ശ്രീധർ, സത്യത്തിൽ തന്റെ പപ്പ പബ്ലിഷർ ആണോ? ആണെങ്കിൽ ഒന്നുമില്ല. നമുക്കിന്ന് പുറത്തെവിടെങ്കിലും മീറ്റ് ചെയ്താലോ? മേ ബി ഫോർ ഡിന്നർ. ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഡിന്നർ? Why can't we go to a pub, man? Okay, sure. Yes, yeah. എന്താ സ്പെഷ്യൽ അഞ്ജു എന്ന്? അങ്ങനൊന്നും ഇല്ല ആന്റി. ആണോ? കുളിച്ചാ? അതെ, കഥാകാരനൊന്ന് നിന്നേ. കാപ്പി വേണ്ട. ശോ, ഇടി നീ തന്നെ പറ. എന്താ? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. വൈകിട്ടൊന്ന് നേരത്തെ വരൂ പ്ലീസ്. 6 years അല്ലേ? 5 years. 5 years? Congrats. ഇന്ദു പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അവർക്കെല്ലാത്തിനും അവരുടേതായ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ അത് വല്ലാത്തൊരു ചുറ്റുപാടിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 40,000-ഓളം ഡിവോഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറിയ ശതമാനത്തിൻ്റെയും കാരണം എന്താണെന്ന് ഇന്ദുവിനറിയോ? ഈഗോ, വൃത്തികെട്ട ഈഗോ. ഒരാൾ മറ്റൊരാളെക്കാൾ വലുതാണെന്ന് തോന്നി തുടങ്ങുന്ന ആ നിമിഷം പ്രശ്നങ്ങൾ തുടങ്ങുകയായി. പിന്നെ അടിയായി, പിടിയായി, ഇറങ്ങിപ്പോക്കായി. എന്റെ ലൈഫിൽ സംഭവിച്ചതുപോലൊന്ന് അഞ്ജുവിനുണ്ടാകരുത്. ഇപ്പോഴത്തെ അവരുടെ പോക്ക് വെച്ച്
ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള പേടിയാ എനിക്ക്. ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒരു പ്രധാന പ്രശ്നം കരിയറിന് പിറകെ ഓടുന്നതിനിടയിൽ അവരെ ജീവിക്കാൻ മറന്നുപോകുന്നു എന്നുള്ളതാണ്. അവരുടെ തിരക്കുകൾക്കിടയിൽ അവർ പരസ്പരം സ്നേഹിക്കാനും കെയർ ചെയ്യാനും മറന്നുപോകുന്നു. പക്ഷെ ശ്രീധരന്റെ കാര്യത്തിൽ അങ്ങനൊരു പ്രശ്നമില്ല. അയാൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. കേട്ടിടത്തോളം അയാൾക്ക് എഴുത്തിലാണ് മറ്റെന്തിനേക്കാളും താല്പര്യം. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ ശ്രീധർ അഞ്ജുവിനെ ഉപേക്ഷിച്ചു പോകുന്നൊന്നും എന്തു പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. അഞ്ജുവിനോട് ഞാൻ കൂടുതൽ ഫ്രീഡം എടുക്കുന്നൊന്നും വിചാരിക്കരുത്. ഈ ലേഡീസിന്റെ സെലക്ഷൻ നിങ്ങൾക്കല്ലേ അറിയൂ. ഇറ്റ്സ് ഓക്കെ. റോയ് ഓർക്കുമെങ്കിലും ചെയ്തല്ലോ. സോറി. ഏയ് നത്തിങ്. ഇതെങ്ങനുണ്ട്? റോയുടെ വൈഫ് കാണാൻ എങ്ങനെ? ഫെയർ ആണോ? അതൊന്നും നോക്കണ്ട. അഞ്ജുവിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്. ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. വാവ്. ഹൗസ് ഇറ്റ്? മാഡം, ഈ ഡയമണ്ട്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഹാറ്റ്സ് ആൻഡ് ആരോസ്, എ റെയർ കളക്ഷൻ. ഓ, Actually, it suits you well. താങ്ക്സ്. Why don't you keep it? Hey, I'm not joking. ആനിക്ക് നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. You keep it. ഏയ് വേണ്ട. റോയ് വൈഫിന് വേണ്ടി സെലക്ട് ചെയ്തല്ലേ. അവൾ എന്തിട്ടാലും കണക്കാ. You keep it. മാഡത്തിന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. ഏയ് റോയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, വൈഫിനും ഇഷ്ടപ്പെടും. Are you sure? You can keep it, I'm saying. I'm sure. ഇത് പാക്ക് ചെയ്തോളൂ. വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ അഞ്ജുവിനൊന്നും തോന്നരുത്. അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ടൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി. ഏയ് ദാറ്റ്സ് ഓൾ റൈറ്റ് റോയ്. ടു ബി ഓണസ്റ്റ് അഞ്ജു, ആനിയും ഞാനും രണ്ട് മനസ്സുമായിട്ടാണ് ഇന്നും ആ വീട്ടിൽ കഴിയുന്നത്. അവൾക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഔട്ട്സൈഡറാണ്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയിൽ നിലയും വിലയും ഉണ്ടായ ഒരുത്തൻ. അഞ്ജുവിന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. ജീവിതം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേ ദിശയിലേക്കല്ലേ. അഞ്ജുവിനോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരാശ്വാസം. അഞ്ജു, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് റോയ്. അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷെ അതാവാം എനിക്ക് ശ്രീ ഇപ്പോഴും മറക്കാൻ പറ്റാത്തതിന്റെ കാരണം. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Hello, Priya. How are you, baby? Shall I come now?